ഹായ്, ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അക്വേറിയം. നമ്മുടെ അക്വേറിയം കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. ഏകദേശം 2 മാസത്തോളമായി. 1 മാസം നേരെ തന്നെ അത് ക്ലീനിങ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ക്ലീനിങ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. മേലെ ഇരിക്കണ കവറുണ്ട്, അതൊക്കെ നീക്കി കൊടുക്കാം. ഇനി മാറ്റാനുള്ളത് ഇലക്ട്രിക്കിൻ്റെ ഈ LED ലൈറ്റാണ്. സോ അത് വെള്ളം വിട്ട് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അതൊക്കെ പ്രശ്നം. അപ്പോൾ അതൊക്കെ മാറ്റി കൊടുക്കും. അതൊന്നുണ്ട്. ആദ്യം അതൊക്കെ മാറ്റിയ ശേഷം പിന്നെ ക്ലീനിങ് തുടങ്ങും. അപ്പോൾ ഇത് വെള്ളം കാലിയാക്കാനുള്ള പൈപ്പാണ്. ടാങ്കിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് ബക്കറ്റിനകത്ത് ഫുള്ള് വെള്ളം നിറയ്ക്കാം. ടാങ്കിലുള്ള അക്വേറിയത്തിലുള്ള വെള്ളം ഇതിലേക്ക് കാലിയാക്കാം. ഇത് ജസ്റ്റ് പമ്പ് ചെയ്താൽ മതി. അതിൽ നിന്ന് പമ്പ് ചെയ്യുമ്പോൾ ഇതിൽ ബക്കറ്റിൽ വെള്ളം നിറയും. സോ ജസ്റ്റ് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളാവും. അപ്പോൾ പമ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സൈഡ് വെള്ളത്തിനകത്തിട്ട് കൊടുക്കാം. ഇതിൽ നെറ്റുണ്ട്. സോ ഇത് വെള്ളം മീനുകളൊന്നും വേസ്റ്റ് അതൊന്നും ബക്കറ്റിനകത്ത് വരില്ല. സോ ഇത് ഫുള്ള് വെള്ളത്തിനകത്തിട്ട് കൊടുക്കും. ഇനി ഈ സൈഡ് വന്നിട്ട് ജസ്റ്റ് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം കംപ്ലീറ്റ് ഇതായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ കംപ്ലീറ്റ് വരുന്നുണ്ട് വെള്ളം. ഒരു ഫുള്ളായിട്ട് ജസ്റ്റ് എടുക്കും. അപ്പോൾ ഫുള്ളായിരിക്കണം. അതിനും കൊണ്ട് ലോക്ക് ചെയ്തേ. കംപ്ലീറ്റ് വെള്ളം കാലിയായിരിക്കണം. ഇനി നമുക്ക് ഒരു സ്പോഞ്ച് വെച്ചിട്ട് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് വെള്ളം ബേക്കിംഗ് സോഡയും വിനീഗറും കൂടെ ഇട്ട് കല്ലുപ്പും കൂടെ ഇട്ടുള്ള വെള്ളമാണ്. ഇതാണ് നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു സ്പോഞ്ചിൽ കറക്റ്റായിട്ട് തുടച്ചെടുത്താൽ മതി. കറക്റ്റായിട്ട് എടുത്ത് സ്പോഞ്ചിൽ എടുത്തിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കും. വെള്ളം ഫുള്ള് കാലിയായിരിക്കും. കല്ലും കംപ്ലീറ്റ് കാലിയായിരിക്കും. ഇനി ഒന്നും കൂടെ ക്ലീൻ ചെയ്തെടുക്കും. അപ്പോൾ നല്ല വെള്ളത്തിലെല്ലാം ക്ലീൻ ആയിരിക്കണം. ഇനി നല്ല വെള്ളത്തിൽ ഒന്നും കൂടെ ക്ലീൻ ചെയ്തെടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് കംപ്ലീറ്റ് വെള്ളം വിട്ടിട്ട് പിന്നെ മീനിനെ തിരിച്ചും വിടണം. കംപ്ലീറ്റ് ഉപ്പും ഇതൊക്കെ ഇട്ട് ക്ലീൻ ആയിട്ടിരിക്കും. ഇനി നമുക്ക് നല്ല വെള്ളം ഇത് കാലിയാക്കിയിട്ട് നല്ല വെള്ളം ഒഴിക്കാം. ഇനി നമുക്ക് കംപ്ലീറ്റ് ഇതൊന്ന് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കാം. ഒരുവിധം വൃത്തിയായിട്ടുണ്ട്. എന്നാലും ഈ ഉപ്പിൻ്റെ ക്ലീൻ ചെയ്തതിൻ്റെ വെള്ളമൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കും. തുടച്ച ശേഷം 2 സൈഡും തുടച്ച ശേഷം പിന്നെ വേണം ഫുള്ള് നല്ല വെള്ളം വിടാൻ. വെള്ളം വിട്ടിട്ട് പിന്നെ ഫിഷിനെ വിട്ട് കളിക്കും. നമുക്ക് ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. കംപ്ലീറ്റ് അഴുക്കിരിക്കണം. ഉള്ളിൽ അകത്തൊക്കെ ഉണ്ടാവും. അതിനെ അഴിച്ചൊന്ന് ക്ലീൻ ചെയ്യും. അഴുക്ക് നന്നായിട്ട് കാണും. ഒരു വെള്ളത്തിൽ നല്ലൊരു ബക്കറ്റിലിട്ട് ക്ലീൻ ചെയ്യും. ഫുള്ള് അഴുക്കാ സംഭവം. അതിനെ കംപ്ലീറ്റ് എടുത്ത നല്ല ബ്ലൂ കളറായിരുന്നതാണ്. കളറാവുമല്ലേ. ഇത് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം നല്ല വൃത്തിയായിട്ട്. അല്ലെങ്കിൽ ഇതിലുള്ള അഴുക്ക് പിന്നെ വെള്ളം നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് പോയി അടിയാൻ ചാൻസ് ഉണ്ട്. സോ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യാനാണ് ബെറ്റർ. ഇതിനകത്താണ് ഭയങ്കര അഴുക്കുള്ളത്. ഇതിനകത്തും സ്പോഞ്ചിനകത്തും. അതും കൂടെ നന്നായിട്ട് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത്. ഇപ്പോൾ നമുക്ക് ബാക്കി കഴുകുള്ളത് ഇതിനകത്ത് വിടാനുള്ള കല്ലാണ്. അതിനും കൂടെ കഴുകണം. നമ്മുടെ മേലെ ഇത് തീർക്കാൻ വേണ്ടിയിട്ട് കഴുകിയെടുക്കാം. നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകണം. അപ്പോൾ ക്ലിയർ ആയിരിക്കണം. നമ്മൾ ക്ലീൻ ചെയ്തിട്ട് കല്ലൊക്കെ റെഡിയാക്കിയിരിക്കും.
ഇനിയിപ്പോൾ അതിനും കൂടെ ഇതിനെ സെറ്റപ്പ് ചെയ്ത് വയ്ക്കാം. രണ്ടാമതെല്ലാം ക്ലിയർ ചെയ്തിട്ട് കംപ്ലീറ്റ് റെഡിയാക്കി ഇതിലും കൂടെ വെച്ച് കൊടുക്കും. ഇനി കംപ്ലീറ്റ് വെള്ളം നിറച്ച് കൊടുക്കും. ടാങ്ക് ഫുള്ള് വെള്ളം നിറഞ്ഞ ശേഷം പിന്നെ മീൻ വിടാം. പിന്നെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ക്ലീൻ ആയിരിക്കണം. അപ്പോൾ ഫുള്ള് ക്ലീൻ ആയിരിക്കണം. ഈ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി വെള്ളം നിറഞ്ഞ ശേഷം മീനിനെ വിടാം. അതിപ്പോൾ കംപ്ലീറ്റ് ക്ലീൻ ആയിരിക്കും. നല്ല തെളി വെള്ളമാരിയായിരിക്കും. പഴയ വെള്ളം കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് ഫുൾ ക്ലിയർ. പഴയ നോക്കുമ്പോൾ കംപ്ലീറ്റ് നല്ല വൃത്തിയായിട്ട്. ഈവനിങ് കാണുമ്പോൾ ഇനി ലൈറ്റ് ഇട്ട് കാണുമ്പോൾ ഇനി നല്ല ഭംഗി. അപ്പം ഇനി മോട്ടറും കൂടെ വെച്ചു കൊടുക്കാം. ഇനി നിങ്ങൾ മെയിൻ ശ്രദ്ധിക്കേണ്ടത് സോപ്പ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാതിരിക്കാം. മീൻ അതിന് നല്ലതല്ല. ഫ്രഷായിട്ട് ഇതായിട്ടിരിക്കണമെങ്കിൽ സോപ്പ് ഉപയോഗിക്കാതിരിക്കാം. നല്ല ചത്തുപോകാൻ ചാൻസ് ഉണ്ട്. സോ കംപ്ലീറ്റ് ഫിൽട്ടർ ആയിരിക്കണം, ക്ലീൻ ആയിരിക്കണം, ഫുൾ ഇതായി നീറ്റായിട്ട്. ഇനി കണ്ടിന്യൂ ഫിൽട്ടർ ഇട്ട് കൊടുത്താൽ കംപ്ലീറ്റ് ഇനി ഒന്നും കൂടെ നന്നായിട്ട് ക്ലീൻ ആയിരിക്കും. മുമ്പത്തേക്കാളും എത്രയോ ബെറ്റർ, നന്നായിട്ട്. ഫിഷുകളൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് കാണാം. ആദ്യം കണ്ടിരുന്നില്ല അല്ലേ, നല്ല അഴുക്കുണ്ടായിരുന്നു. മന്ത്ലി വൺസ് ക്ലീൻ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. എന്താ വെച്ചാൽ ഈ മീനുകളുടെ ലൈഫ് കുറച്ചും കൂടെ കൂട്ടി കിട്ടും. 6-8 വർഷമുള്ളതൊക്കെ ഒരു 10 വർഷത്തോളമൊക്കെ കിട്ടാൻ വളരെ നല്ലതാണ്. അതാണ് ക്ലീൻ ചെയ്യേണ്ട ഗുണം.